ജനങ്ങൾക്കിടയിലൂടെ അവർ നുഴഞ്ഞു കയറി വന്ന് VS അച്യുതാനന്ദന് അവസാനത്തെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ആളുകൾ ഒന്നോ രണ്ടോ പേർ ഇതിനകം ഇവിടെ ബോധം കെട്ട് വീഴുന്ന നിലയുണ്ടായി. അത്ര വലിയ തിരക്കാണ്, അത്ര വലിയ തിക്കും തിരക്കുമാണ് ഇവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. ആളുകൾ, നൂറുകണക്കിന് ആളുകൾ പുറത്ത് കാത്തു നിൽക്കുന്നു. ഇപ്പൊ ഇതിനകത്ത് മാത്രമായിട്ട് അറ്റ് എ ടൈം 10-20 പേരെ വേഗത്തിൽ കടത്തിവിടുകയാണ്. എന്നുവെച്ചാൽ പെർ സെക്കൻഡ് 6-7 പേർക്ക് മാത്രം നിൽക്കാൻ അത്ര വേഗത്തിൽ ആളുകളെ ഒഴിവാക്കുകയാണ്. കാരണം പരമാവധി ആളുകൾക്ക് DC ഓഫീസിൽ അവസരം നൽകേണ്ടതുണ്ട്. കാരണം 8-9 മണിക്കൂറായിട്ട് കാത്തു നിന്നു എന്നതുകൊണ്ട് അവരെ പരിഗണിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഡിസിഷൻ എടുത്തിരിക്കുന്നത്. എന്തായാലും DC ഓഫീസിനകത്തെ വലിയ തിരക്ക് VS അച്യുതാനന്ദന്റെ ആലപ്പുഴ അദ്ദേഹത്തിന്റെ എന്താണെന്ന്, അദ്ദേഹം ജനങ്ങൾക്കിടയിൽ വെച്ച സ്നേഹത്തിന്റെ വിത്ത് മുളച്ചു പൊന്തിയത് എങ്ങനെയാണെന്ന് ഈ കാഴ്ചയിലൂടെ നമുക്ക് മനസ്സിലാവും. കടന്നു വരുന്ന ഓരോരുത്തരും ഇൻകുലാബ് സിന്ദാബാദ് എന്ന്, കണ്ണേ കേരളേ VSI എന്ന് ഉറക്കം വിളിച്ചുകൊണ്ട് VSന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. പൂക്കൾ വയ്ക്കുന്നു, പുഷ്പചക്രം അർപ്പിക്കുന്നു. നിരവധിയായ സംഘടനകളുടെ പ്രതിനിധികൾ, നേതാക്കൾ, മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ തന്നെയും VSന് പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. VSന്റെ പ്രവർത്തകർ, സഖാക്കൾ, അണികൾ, അതിൽ തന്നെ കൂടുതൽ നമുക്ക് കാണാൻ വരുന്ന യുവാക്കളെയാണ്. യുവാക്കൾ വലിയ വർദ്ധിതാവേശത്തോടെ VSന് അവസാനത്തെ ഒരു ചെണ്ട് പൂ വയ്ക്കാൻ, മുദ്രാവാക്യം വിളിക്കാൻ ആലപ്പുഴയിലെ കൃഷ്ണപിള്ള സ്മാരക ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തുമാത്രമാണ് VS അച്യുതാനന്ദൻ ഈ പാർട്ടി ഓഫീസിനോടുള്ള ബന്ധം, വൈകാരിക ബന്ധം എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നേ ഉള്ളൂ. കാരണം ഇത് കൃഷ്ണപിള്ള അദ്ദേഹത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക്, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലേക്ക് VS അച്യുതാനന്ദനെ കൈപിടിച്ചു കൊണ്ടുവന്നത് കൃഷ്ണപിള്ളയാണ്. കൃഷ്ണപിള്ളയാൽ ആകൃഷ്ടനായിട്ടാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നത്. അപ്പോൾ സഖാക്കളുടെ സഖാവായ കൃഷ്ണപിള്ളയുടെ പേരിലുള്ള ഈ പാർട്ടി ഓഫീസ് VS അച്യുതാനന്ദന്റെ പ്രവർത്തന മണ്ഡലമായിരുന്ന ഒന്നാണ്. ഇതിനോട് ഇഴുകിച്ചേർന്ന് കിടക്കുന്നതാണ്. ആലപ്പുഴയുമായി പൊക്കിൾക്കൊടി ബന്ധം ചേർന്ന് കിടക്കുന്നതാണ് VS അച്യുതാനന്ദന്റെ കർമ്മഭൂമിക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചരിത്രബദ്ധം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ വരുന്ന VS അച്യുതാനന്ദനെ കാണാൻ കാത്തു നിൽക്കുന്ന മനുഷ്യരെ നിരാശപ്പെടുത്തി മടക്കി അയക്കുക എന്നത് പാർട്ടിയെ കൊണ്ടുപോലും സാധ്യമാകാത്ത ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് പരമാവധി ആളുകൾക്ക് അവസരം നൽകുക എന്നതിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് പാർട്ടിയും പ്രവർത്തിക്കുന്നത്. പെർ സെക്കൻഡ് 6-7 പേരെ വേഗത്തിൽ കടത്തിവിടുക എന്ന ഒരു തന്ത്രം സ്വീകരിച്ചിട്ട് പരമാവധി ആളുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും, അകത്തേക്ക് കടത്തിവിടാൻ കഴിയും എന്നാണ് ഇപ്പോൾ പാർട്ടി നോക്കുന്നത്. റെഡ് വാളണ്ടിയേഴ്സും ഒപ്പം തന്നെ പോലീസും പ്രവർത്തകരും എല്ലാവരും ഇവിടെ സുരക്ഷ വേഗത്തിലാക്കാനും വേഗത്തിൽ കണ്ടുപോകാനുള്ള അവസരം ഒരുക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കരമായ ഒരു തിക്കും തിരക്കും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറയാം. VS അച്യുതാനന്ദന്റെ ഭൗതികദേഹം വെച്ചിരിക്കുന്നതിനടുത്തേക്ക് ആളുകൾ ആവേശത്തോടെ, സ്നേഹവായ്പോടെ, നിറകണ്ണുകളോടെ, മുദ്രാവാക്യം വിളികളോടെ കടന്നു വന്ന് പോകും. VS അച്യുതാനന്ദന് അവസാനത്തെ ഒരു മുദ്രാവാക്യം കൊണ്ട്, അവസാനത്തെ ഒരു ഗുഡ് ബൈ കൊണ്ട്, അവസാനത്തെ ഒരു കണ്ണേക്കറുടെ വിളി കൊണ്ട് VSനോടുള്ള സ്നേഹം പങ്കുവയ്ക്കുകയാണ് നൂറുകണക്കിന് കോമ്രേഡ്സ്. ധന്യാണ്. നിഷാദ് പറഞ്ഞതുപോലെ അതൊരു വലിയ വലിയ കടലായി, അത്രയധികം ഒരു ജനസാഗരമായി ഇരമ്പിയെത്തുന്നു. അത് മുൻകൂട്ടി മനസ്സിലായതാണ്. പ്രിയ നേതാവിനെ കാണാൻ അവസാനമായി അത്രയധികം ആളുകൾ എത്തും എന്നതിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. പക്ഷേ പൊതുദർശനം നീട്ടേണ്ടി വരും, സംസ്കാരത്തിന്റെ സമയം നീട്ടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ. കാരണം നേരത്തെ വേലിക്കകത്ത് വീട്ടിലെ പൊതുദർശനമെല്ലാം വളരെ ചുരുങ്ങിയ സമയത്ത് തീർക്കാമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും ഇതിനേക്കാൾ ആളുകൾ അവിടെ കൂടി നിന്നതുകൊണ്ട്, ഇല്ലെങ്കിൽ ഇതിനേക്കാൾ കിലോമീറ്ററുകളോളം ആ ക്യൂ നിന്നു എന്നൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നത്. അപ്പം അത്രയധികം ആളുകൾ VSനെ കാണാൻ നാടിന്റെ പല ഭാഗത്തു നിന്നും ഓടിയെത്തുന്നു. അവരെ മണിക്കൂറുകളോളം കാത്തുനിന്നാണ് VSനെ ഒരു സെക്കൻഡ് കാണാൻ അവർക്ക് സാധിക്കുക. അതിനുവേണ്ടി ആ സമയം അത്രയധികം വൈകി എന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ വേലിക്കകത്ത് വീട്ടിലെത്താൻ സാധിക്കുമെന്നുള്ളത് തുടക്കം മുതലേ നമുക്കറിയാം. വലിയ രീതിയിൽ വലിയ സമയം വൈകിയാണ് VSനെ കാണാൻ എല്ലാവരെയും കാണിച്ചുകൊണ്ട് കൊണ്ടുപോകാനുള്ള രീതിയിലെല്ലാം സജ്ജീകരണങ്ങളും എല്ലാം മാറി മറഞ്ഞ സാഹചര്യവും ആ സമയവും എല്ലാം നമ്മൾ കണ്ടതാണ്. അത്രയധികം ആളുകളാണ് VSനെ കാണാനായി ഇപ്പോൾ DC ഓഫീസിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലെയും പോലെ വലിയ തിരക്ക് ആളുകളുടെ, പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകർ എല്ലാവരും DC ഓഫീസിലേക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ക്യൂവും ഇല്ലെങ്കിൽ ഈ ഒരു ആളുകളുടെ കൂട്ടവും അതിങ്ങനെ പരന്ന് കിടക്കുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവരെല്ലാം കണ്ടതിന് ശേഷം നമുക്കറിയാം കാലാവസ്ഥ ഒട്ടും അനുകൂലമായിരുന്നില്ല. അത് തുടക്കം മുതലേ തന്നെ ചെറിയ മഴ, അത് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാനുള്ള അവസരം എന്നതുപോലെ മഴ മാറി നിൽക്കുന്ന സാഹചര്യം. പക്ഷേ മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട് അത്രയധികം ആളുകൾ അങ്ങോട്ട് VSനെ കാണാൻ വേണ്ടി എത്തിക്കൊണ്ടേ
ഇരിക്കുന്നു ഇപ്പോഴും എന്നുള്ളതാണ്. മണിക്കൂറുകൾ കാത്തുനിന്നാണ് വേലിക്കകത്ത് വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തേക്ക് എടുക്കുന്ന സാഹചര്യത്തിൽ തന്നെ ആ സമയം പോലും അറിയാതെ നേരത്തെ നിശ്ചയിച്ചിരുന്ന ഇല്ലെങ്കിൽ പറഞ്ഞിരുന്ന സമയത്ത് തന്നെ വന്നു നിന്ന് മണിക്കൂറുകളോളം കാത്തുനിന്ന് ഒരു നോക്കെങ്കിലും കണ്ടുപോകാൻ വേണ്ടി എത്തിയിരിക്കുന്ന പാർട്ടി പ്രവർത്തകരെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. DC ഓഫീസിൽ ഇപ്പോഴും ആളുകളെ VS-നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനമായ ഒരു മുദ്രാവാക്യം VS-നായി മുഴക്കി ആളുകൾ കടന്നുപോകുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. DC ഓഫീസിൽ കുറച്ച് സമയം വെച്ചതിന് ശേഷം റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അത് എപ്പോഴെന്നൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. സമയക്രമത്തിലൊക്കെ വലിയ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. വീട്ടിലെ പൊതുദർശനം കഴിഞ്ഞപ്പോൾ തന്നെ പാർട്ടി ഓഫീസിലേക്ക് എത്തിച്ചപ്പോൾ തന്നെ അത് മനസ്സിലായതാണ്. ഇനി റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനം പൂർത്തിയാക്കിയാണ് വൈകിട്ട് വലിയ ചുടുകാട്ടിൽ സംസ്കാരം തീരുമാനിച്ചിരുന്നത്. 5 മണിയായിരുന്നു അതിന്റെ സമയം പറഞ്ഞിരുന്നത്. പക്ഷേ 5 മണിയൊന്നും ആവില്ല. ഇവിടെ നിന്ന് പോകാൻ പോലും 5 മണിയിൽ അധികം സമയമെടുക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, പാർട്ടി ഓഫീസിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ അവിടെ കാണാൻ എത്ര പേർ കാത്തു നിന്നിരുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. കാരണം പലരും നേരിട്ട് DC ഓഫീസിലേക്കായിരുന്നു എത്തിയിരുന്നത്. അവിടെ നിന്ന് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എപ്പോഴായിരിക്കും എത്തുക, അവിടെ എത്ര സമയം എന്നൊക്കെയുള്ളത് ഇപ്പോൾ തീരുമാനമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണോ, ഇല്ലെങ്കിൽ അതിലെയും സമയക്രമത്തിൽ മാറ്റമുണ്ടാകാനാണോ സാധ്യത? ിലേക്ക് വരാം. അവസാനമായി VS-നെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ തിരക്കാണത്. ആ തിരക്ക് നമ്മൾ VS അന്തരിച്ചു എന്ന വാർത്ത കേട്ടതു മുതൽ SUT ഹോസ്പിറ്റൽ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തിരക്കാണ്. AKG സെന്റർ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യമാണ്. യാതൊരു ഏറ്റക്കുറച്ചിലുമില്ലാതെ ആ മുദ്രാവാക്യം വിളി അങ്ങനെ മുഴുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും എന്നുള്ളതാണ്. VS-നെ അത്രയും സ്നേഹത്തോടെ അത്രയും ആഴത്തിൽ മനസ്സിൽ വെച്ച പ്രവർത്തകരാണ് ഇപ്പോൾ DC ഓഫീസിലെത്തി അദ്ദേഹത്തെ അവസാനമായി അഭിവാദ്യം ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോഴും അവിടെ പൊതുദർശനം തുടരുകയാണ്. വിജിൻ ചേരുന്നുണ്ട് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന്. വിജിൻ, അവിടെ എല്ലാ രീതിയിലും തയ്യാറായി മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ. പക്ഷേ അങ്ങോട്ട് എത്തുന്നതിനെ കുറിച്ച് എന്താണ് ഇപ്പോൾ അറിയുന്നത്? വിലാപയാത്ര എന്തായാലും ഇവിടത്തേക്ക് എത്തിച്ചേരാൻ സമയമെടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പാർട്ടി ഓഫീസിലെ പൊതുദർശനം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഇപ്പോൾ CPM നേതാക്കൾ, ഒപ്പം തന്നെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ, സാംസ്കാരിക സിനിമാ മേഖലകളിലുള്ളവർ, അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉള്ളവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്പീക്കർ AM ഷംഷീർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ ഇവിടെ എത്തി VS-ന് അവസാനമായി യാത്രാമൊഴി നൽകാനൊക്കെ എത്തിയിട്ടുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. എന്തായാലും മുതിർന്ന നേതാവ്, ഒരുപാട് കാലം നിയമസഭാ സാമാജികനായിരുന്ന ആളെ സ്പീക്കർ AM ഷംഷീർ തന്നെ ഓർമ്മിക്കും. ഷംഷീർ, എങ്ങനെയാണ് VS-നെ ഓർക്കുന്നത്? ഒരുപാട് കാലം നിയമസഭാ സാമാജികനായി, CPM പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളുടെയൊക്കെ വലിയ ഒരു തലമുറയിലുള്ളയാൾ, എങ്ങനെ അദ്ദേഹം ഓർമ്മയാകാൻ പോകും? VS ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികായൻ തന്നെയാണ്. നിരവധി തവണ MLA-യും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും പദം വരെ അലങ്കരിച്ച, ഒരേ സമയം പാർലമെന്ററി രംഗവും അതേസമയം സംഘടനാ പ്രവർത്തനവും ഒരുപോലെ കൂട്ടിയോജിപ്പിച്ച ഈ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച സംഘാടകനും നേതാവുമാണ് സഖാ VS. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 21-ാം തീയതിയാണ് VS നമ്മളെ വിട്ടു പിരിയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയുന്ന 23-ാം തീയതി, ഇന്നലെയാണ് ദർബാർ ഹാളിൽ നിന്ന് ഏതാണ്ട് 2:30 മണിയോടുകൂടിയാണ് ദർബാർ ഹാളിൽ നിന്ന് വിലാപയാത്ര പുറപ്പെട്ടത്. ഇന്ന് ഈ നിമിഷം വരെ ആയിട്ടും അന്തിമോപചാരം അർപ്പിക്കാൻ സർക്കാർ അറേഞ്ച് ചെയ്ത ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ബോഡി ഇതുവരെ എത്തിയിട്ടില്ല. ഓരോ സ്ഥലങ്ങളിലും അപ്രഖ്യാപിത CPIM പ്രഖ്യാപിത കേന്ദ്രങ്ങളുണ്ടായിരുന്നു. അതിനപ്പുറത്ത് ജനങ്ങൾ സ്വയം റോഡിലിറങ്ങി VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ന് കേരളത്തിൽ അങ്ങേയറ്റം മുതൽ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ ജനങ്ങൾ ആകെ VS-ന് അന്തിമോപചാരം അർപ്പിക്കാൻ ഒഴിവ് വന്നിരിക്കുകയാണ്. അത് സൂചിപ്പിക്കുന്നത് VS ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച നേതാവെന്ന് മാത്രമല്ല, VS ജനങ്ങളോട് കാണിച്ച സ്നേഹം
അതിന് 10 മടങ്ങ് ജനങ്ങൾ തിരിച്ചു നിൽക്കുന്ന സ്നേഹമാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. VS നിങ്ങൾക്കറിയാം, മനുഷ്യനെയും പ്രകൃതിയും സ്നേഹിച്ച നേതാവായിരുന്നു. എവിടെയെല്ലാം ജനങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവിടെയെല്ലാം ജനങ്ങളുടെ പക്ഷം നിന്ന ഒരു ഉജ്ജ്വലനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സഖാ VS. പ്രായഭേദമന്യേ ഏത് തലമുറയിൽപ്പെട്ടവരെയും ഒരുപോലെ സ്വാധീനിച്ച ഈ നൂറ്റാണ്ടിലെ മികച്ച കമ്മ്യൂണിസ്റ്റാണ് സഖാ VS എന്ന് അഭിമാനത്തോടെ പറയാൻ എനിക്ക് സാധിക്കും. സ്പീക്കർ എന്ന നിലയിൽ ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ VSന് എങ്ങനെയാണ്? 14ാമത് നിയമസഭയിലാണ് ഞാൻ ആദ്യമായി എത്തുന്നത്. അന്ന് നിയമസഭക്കകത്ത് മുതിർന്ന അംഗമെന്ന സഖാ VS ഉണ്ടായിരുന്നു. VS അന്ന് പതിവ് എല്ലാ ദിവസവും സഭക്കകത്ത് വരും. VSന്റെ പ്രസംഗം ഞങ്ങൾ കേൾക്കുമായിരുന്നു. കാരണം VSന്റെ പ്രസംഗമായിരിക്കും ആദ്യത്തെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട നന്ദി പ്രസംഗത്തിൻ്റെ മുകളിൽ VSന്റെ പ്രസംഗമായിരിക്കും. VS ഇരുന്ന സീറ്റിൻ്റെ ഒരു 3 റോ പിറകിലാണ് നമ്മളൊക്കെ ഇരിക്കുക. അന്ന് VSന്റെ പ്രസംഗം ഞങ്ങൾ സഭക്കകത്ത് ആസ്വദിച്ച ഒരു നിയമസഭാ സാമാജികൻ കൂടിയായിരുന്നു ഞാൻ. VS ഇന്ത്യ കണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മികച്ച നേതാവാണ്.